കറുകറ കാർമുകിൽ ആനപ്പുറത്തേറി വരുന്ന മൂർത്തി കാർമുകിൽ വർണ്ണ. ഇവിടെ ആനപ്പുറത്ത് ഏറി വരുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് കേട്ടോ. മുതുപിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണൻ. കണ്ണന്റെ കുറുമ്പും കുസൃതിയും തിടമ്പേറ്റുന്ന ആനയ്ക്കും പകർന്നാടുമോ അറിയില്ല കേട്ടോ. ശരിക്കും എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായി കേട്ടോ. അതിന് കാരണമുണ്ട്, വഴിയെ പറയാം. പണ്ട് മുതൽക്കേ ആനയോട് ഇത്തിരി കമ്പം എനിക്കുണ്ടേ എന്നൊക്കെ പറയാമെങ്കിലും ആനപ്പേടി തന്നെയാണ് അതിനു മുകളിൽ നിന്നത് എന്നതാണ് ശരി കഴിഞ്ഞ വർഷം വരെ. പക്ഷെ ആനപ്പേടി മാറാൻ ആന തന്നെ ഒരു കാരണമായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആനപ്പേടി മാറ്റിയ ആനയുടെ കുറുമ്പും ഞാനും പിന്നെ കണ്ണനും. ആദ്യം ആരാണ് ഈ വീട്ടിൽ കണ്ണൻ എന്ന് പറയാം. കണ്ണൻ ഞങ്ങളുടെ എല്ലാമാണ്. കണ്ണന് വേണ്ടി പ്രത്യേക മുറിയുണ്ട് ഇവിടെ. ഇവിടെ പണ്ട് മുതൽക്കേ ആഘോഷിക്കപ്പെടുന്ന ഒരേ ഒരു പിറന്നാൾ കണ്ണൻ്റെ പിറന്നാളാണ് കേട്ടോ. അത്രമാത്രം ഞങ്ങൾ കാത്തിരിക്കും കണ്ണൻ്റെ പിറന്നാളിന് വേണ്ടി, അഷ്ടമി രോഹിണിക്ക് വേണ്ടി എല്ലാ വർഷവും. തിരുവോണത്തെക്കാളും മറ്റേതൊരു ദിനത്തെക്കാളും ഇവിടെ ആഘോഷിക്കപ്പെടുന്നതും അഷ്ടമി രോഹിണിയാണ് കേട്ടോ. കുട്ടിക്കാലം മുതലെയുള്ള മനോഹരമായ ഓർമ്മകളാണ് അവയെല്ലാം. കണ്ണന്റെ പിറന്നാളിന് ഒരാഴ്ച മുമ്പ് തന്നെ വീട് ഒരുങ്ങാൻ തുടങ്ങും. വീട് വൃത്തിയാക്കൽ, സദ്യവെട്ടത്തിന്, അച്ചാറിടിയിൽ, അങ്ങനെ അമ്മയും കൂട്ടരും ബിസിയായിരിക്കും. അന്നത്തെ ഒരു പ്രത്യേകത, ചുറ്റുവട്ടമുള്ളവരും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അഷ്ടമി രോഹിണിക്ക് വീട്ടിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. സദ്യ ഒരുക്കാനും വിളമ്പാനും കണ്ണന് പായസം ഉണ്ടാക്കാനും ഭജനയ്ക്കും ഒക്കെ ആൾക്കാരുണ്ടാകും, നിറയെ ആൾക്കാർ. എല്ലാവരും തന്നാൽ പറ്റുന്നത് പോലെ അതിൽ പങ്കാളികളാവാൻ ശ്രമിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശിഷ്ടത. തലേന്നാണ് ഞങ്ങൾ കുട്ടികൾക്കുള്ള ഡ്യൂട്ടി. വിളക്കൊരുക്കൽ, തിരശ്ശീല തീർക്കൽ, മുട്ടില്ലാതെ തെറ്റിപ്പൂ ശേഖരിക്കൽ, കതിരില്ലാതെ തുളസിയില എടുക്കൽ, അതും സൂക്ഷിച്ച്. കിണ്ടിയിൽ വെള്ളം നിറയ്ക്കൽ, പൂജയ്ക്കും മാലയ്ക്കുമുള്ള അരളിപ്പൂവും മറ്റും ശേഖരിക്കൽ, മാല കോർക്കാനുള്ള വാഴനാരെടുക്കൽ, ഗണപതി ഒരിക്കല് നെല്ലും മലരും മാറ്റിയിടൽ. അങ്ങനെ രസകരമായ ചെറിയ ചെറിയ വലിയ ജോലികൾ. ശേഖരിച്ച പൂക്കൾ ഇനംതിരിക്കലാണ് അടുത്ത ചടങ്ങ്. അങ്ങനെ ഇനം തിരിച്ച് അരളിപ്പൂ, തുളസി, തെറ്റിപ്പൂ എല്ലാം വെവ്വേറെയാക്കി വാഴയിലയിൽ സൂക്ഷിക്കും. തലേന്ന് തന്നെ ഞങ്ങൾക്ക് കൂട്ടായി ഭാഗവതം വായിക്കുന്ന അമ്മൂമ്മയെത്തും. പൂക്കൾ ആവശ്യത്തിനായോ അതോ ഇനിയും വേണോ എന്നൊക്കെ ഞങ്ങൾ ചോദിക്കുന്നത് അമ്മൂമ്മയോടാണ് കേട്ടോ. പൂക്കൾ വേർതിരിക്കുന്നതിനിടയിൽ അമ്മൂമ്മയുടെ സ്പെഷ്യൽ നിരീക്ഷണവും ഉപദേശവും ഒക്കെ ഉണ്ടാവും. പൂമുട്ടുകൾ അറിയാതെ വീഴുന്നുണ്ടോ, ഞങ്ങൾ മുടിയിൽ തൊടുന്നുണ്ടോ എന്നൊക്കെ അമ്മൂമ്മ പ്രത്യേകമായി നോക്കുന്നുണ്ടാവും. തലയിൽ തൊട്ടാൽ കൈ കഴുകിയിട്ട് മാത്രമേ പിന്നെ പൂവിൽ തൊടാൻ അനുവാദമുള്ളൂ കേട്ടോ. എന്തുകൊണ്ട് എന്ന് 100,000 സംശയങ്ങൾ മനസ്സിലപ്പോൾ വരും. ഒരിക്കലും ഞാനത് അമ്മൂമ്മയോട് ചോദിക്കുകയും ചെയ്തു. അമ്മൂമ്മ അന്ന് അതിന് മറുപടി പറഞ്ഞത്, പൂമുട്ടുകൾ ശരങ്ങളാണത്രേ. ശരങ്ങൾ കൊള്ളുമ്പോൾ നമ്മുടെ ദേഹം നോവുന്നത് പോലെ പൂമുട്ടുകൊണ്ട് പാവം ഉണ്ണിക്കണ്ണന്റെ ദേഹവും വേദനിക്കുമെന്ന്. എത്ര ആഴത്തിലുള്ള ലളിതമായ ആശയം! അത് കേട്ടാൽ പിന്നെ ആരാണ് പൂമുട്ടിർക്കുക? ആരാണ് ഉണ്ണിക്കണ്ണന്റെ ഭൂമിയെ നോവാൻ ആഗ്രഹിക്കുക? ഭൂമിയിൽ കുരുത്ത ഒരു കുഞ്ഞു ജീവൻ പോലും നോവിക്കാതിരിക്കാൻ അരുതെന്ന് പറയുന്നത് ചെയ്യാൻ തിടുക്കമുള്ള ബാല്യത്തിൽ. അരുതെന്ന് സ്വയം പറയിക്കാൻ ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മളെ സഹായിച്ചിട്ടില്ലേ? നമ്മൾ കേട്ട് വളർന്ന കഥകൾ. അതിനിടയിൽ അമ്മൂമ്മ മാല കെട്ടാൻ തുടങ്ങും. മാല കെട്ടാൻ അറിയാവുന്നവർ കൂടെ കൂടും. എനിക്കിഷ്ടം അമ്മൂമ്മയുടെ കഥകൾ കേൾക്കാനാണ്. ഒരുപാട് കഥകളും അനുഭവങ്ങളും കണ്ണന്റെ കുസൃതികളും ഒക്കെ അമ്മൂമ്മ വിവരിക്കും. 100 സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ തരും. സംശയങ്ങളിൽ ചേലക്കള്ളനായി കണ്ണൻ വരും. കണ്ണന്റെ 16,008 ഭാര്യമാർ വരും. കഥകളിൽ കണ്ണൻ ഓരോരോ ഭാവങ്ങളിൽ മനസ്സിൽ വരും. കുസൃതി രൂപത്തിൽ ഉണ്ണിയായി വരും, പ്രേമരൂപത്തിൽ കാമുകനായി വരും. പിന്നെ അസുരന്മാരെ കൊല്ലുന്ന കഥകളിൽ കണ്ണൻ സൂപ്പർ ഹീറോ ആയി മാറും. പ്രത്യേകിച്ച് 16,008 സ്ത്രീകളുടെ കഥകളിൽ അവരെ ദുഷ്ടനായ നരകാസുരനിൽ നിന്ന് മോചിപ്പിച്ച കഥ. സ്ത്രീകളെ ഉപദ്രവിക്കുന്ന അവനെ തകർക്കാൻ യുദ്ധത്തിൽ സ്വന്തം ഭാര്യയായ സത്യഭാമയെ തന്നെ കൊണ്ടുപോയതും, ദുഷ്ടനും കള്ളനുമായ അവന്റെ തടവറയിൽ നിന്ന് 16,008 സ്ത്രീകളെ മോചിപ്പിച്ചതും, അസുരന്റെ തടവറയിൽ കിടന്നതിനാൽ സമൂഹത്തിന്റെ അപമാനം ഭയന്ന അവരോട് അതിനെന്താ എന്റെ അഡ്രസ് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ കണ്ണൻ ശരിക്കും ഒരു സിനിമയിലെ നായകനെ പോലെ നമ്മുടെ മനസ്സിൽ കയറും. അപവാദങ്ങളും അപമാനങ്ങളും എല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് നമ്മളിൽ അല്പസ്വല്പം നീരസം തോന്നിപ്പിച്ച് ഒടുവിൽ കണ്ണനാണ് ശരിക്കും ഹീറോ എന്ന് നമ്മുടെ ഉള്ളിൽ കണ്ണനൊരു പ്രകാശം ചൊരിയും. അങ്ങനെ കഥകളൊക്കെ കേട്ട് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി ഞങ്ങൾ എപ്പോഴൊക്കെയോ ഉറങ്ങിയിരിക്കും.
അടുത്ത ദിവസത്തെ അഷ്ടമി രോഹിണിക്ക് വേണ്ടി. കണ്ണന്റെ പിറന്നാൾ ദിനം. പുലർച്ചെ തുടങ്ങിയ ഭാഗവത വായനയുടെയും കീർത്തനത്തിന്റെയും ഗഞ്ചറയുടെ ശബ്ദത്തിന്റെയും ഒക്കെ അകമ്പടിയോടെയാവും രാവിലെ ഉണരുന്നത്. കുളിച്ചു വൃത്തിയായി ആദ്യം പാൽപ്പായസത്തിന്റെ മധുരം നുകരാനുള്ള ഓട്ടമാണ്. മറ്റേതൊരു ദിവസത്തെക്കാളും പാൽപ്പായസത്തിന് അന്ന് ഏറെ മധുരമാണ്. അങ്ങനെ പിറന്നാൾ പായസമൊക്കെ കുടിച്ച് സദ്യയുണ്ട്, എല്ലാവർക്കും സദ്യ വിളമ്പി കീർത്തനമൊക്കെ പാടി വൈകിട്ട് ഉറിയടിയൊക്കെ കണ്ട് പിറന്നാൾ ആഘോഷം സമാപിക്കും. ഒരു നേരത്തെ മഴച്ചാറ്റലിൻ്റെ അകമ്പടിയോടെ അടുത്ത വർഷത്തേക്കായി വീണ്ടും കാത്തിരിപ്പ് തന്നു. ഇനി നമുക്ക് എൻ്റെ ആനപ്പേടിയിലേക്ക് മടങ്ങി വരാം. ഇതൊരു കഥയായി മാത്രം കേട്ടാൽ മതി. എല്ലാ വർഷവും പറക്കെഴുന്നള്ളിപ്പിന് ആനയെ കൊണ്ടുവരുമെങ്കിലും കഴിഞ്ഞ വർഷം ക്ലിനിക്കൊക്കെ അടച്ച സമയമായതുകൊണ്ട് എനിക്കും പറയെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാൻ പറ്റി. ഇവിടുത്തെ അമ്പലത്തിലെ പ്രത്യേകത, വെയിലൊക്കെ ആറി ആനയുടെ ദേഹം നന്നായി തണുപ്പിച്ചതിന് ശേഷം മാത്രമേ പറക്കെഴുന്നള്ളിപ്പിന് ആനയെ പുറത്തിറക്കാറുള്ളൂ. ആനപ്പേടി കാരണം സാധാരണ ഞാൻ ദൂരെ മാറി നിൽക്കുകയാണ് പതിവ്. പക്ഷേ തിടമ്പേറ്റി ഗേറ്റ് കടന്നു വരുന്നതിലുള്ള ബുദ്ധിമുട്ട് കാരണം കണ്ണനെ തൊടാൻ ഈ വട്ടം ആനയുടെ അടുത്തേക്ക് പോകേണ്ടി വന്നു. അടുത്തേക്ക് ചെന്നതും തുമ്പിക്കൈ ഉയർത്തി എന്നോട് പഴം ചോദിച്ചു. ഞാൻ പേടിച്ച് 2 പഴം തറയിലിട്ടാണ് കൊടുത്തത്. അപ്പോൾ തുമ്പിക്കൈ ഉയർത്തി വീണ്ടും എന്നോട് ചോദിച്ചു കേട്ടോ. എനിക്കെന്തോ ആന പഴം ചോദിച്ചപ്പോൾ തമാശയോ കുസൃതിയോ ഒക്കെയാണ് തോന്നിയത്. ഞാനിപ്പോൾ പഴം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് 2 പഴം വീണ്ടും കൊണ്ടുവന്നു. ആന തുമ്പിക്കൈ നീട്ടി തന്നെ നിൽക്കുകയാണ്. എല്ലാവരും ധൈര്യം തന്ന് എങ്ങനെങ്കിലും തുമ്പിക്കൈയിൽ വെച്ച് പഴം കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആന പെട്ടെന്ന് വാ തുറന്നു പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ സർവ്വദൈവങ്ങളെയും വിളിച്ച് ഓരോ പഴം എണ്ണി വായിൽ വെച്ച് കൊടുത്തു. പക്ഷെ അതോടുകൂടി എൻ്റെ ആനപ്പേടി അല്പം കുറഞ്ഞു എന്നുള്ളതാണ് സത്യം. സംഗതി രസമൊന്നുമല്ല, എല്ലായിടത്തുനിന്നും കൊലയുടെ പഴങ്ങളും തണ്ണിമത്തനും ഒക്കെ കിട്ടിയാണ് ആനയുടെ വരവ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പഴമൊന്നും കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ലെന്നാണ് കൂടെയുള്ളവർ പറഞ്ഞത്. വീട്ടിലാണെങ്കിൽ ഗണപതി ഒരുക്കിന് വെച്ച 3-4 പഴങ്ങൾ മാത്രമേ ഇരിപ്പുള്ളതാനും. പക്ഷെ ആന എന്നോട് പഴം ചോദിച്ച് വായിൽ വെച്ച് കഴിച്ചിട്ടല്ലാതെ പോയില്ലെന്നുള്ളതാണ് അതിൻ്റെ ഒരു രസം. അതുകൊണ്ട് തന്നെ ഈ വട്ടത്തെ പറയ്ക്ക് ഏതായാലും പഴം വാങ്ങിക്കണമെന്ന് നേരത്തെ നിശ്ചയിച്ചാണ്. പക്ഷെ ഞാനതങ്ങ് മറന്നുപോയി എന്നുള്ളതാണ് സത്യം. വൈകിട്ട് ക്ലിനിക്കൊക്കെ പൂട്ടി തിടുക്കത്തിൽ അച്ഛനെയും അമ്മയും കണ്ട് പറക്കോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഇന്ന് പറയുണ്ടെന്ന് അറിഞ്ഞത്. അത് കേട്ടതോടെ വേഗം കുളിച്ച് വൃത്തിയായി ഞാൻ കാത്തിരുന്നു, 3-4 പഴങ്ങളും കയ്യിൽ ഒളിപ്പിച്ചുകൊണ്ട്. ദൂരെ മാറി ഞാനും അരികെ തന്നെ വീഡിയോ പകർത്തിക്കൊണ്ട് അച്ഛനും നിൽക്കുകയായിരുന്നു. പക്ഷെ സംഭവിച്ചത് ദൂരെ നിന്ന് ആന ഓടി വരാൻ തുടങ്ങി. അതുകൊണ്ട് അച്ഛനും അടുത്തുള്ള വീട്ടുകാരും ഒക്കെ പേടിച്ചു. പക്ഷെ എനിക്കെന്തോ പേടി തോന്നിയില്ല. അടുത്തുള്ള ആൾക്കാരെ ഒന്നും ഉപദ്രവിക്കാതെ കുണുങ്ങിയാണ് ആളുടെ ഓട്ടം. കുസൃതിയോടെ ചോക്ലേറ്റ് കണ്ട കുട്ടി ഓടി വരുന്നത് പോലെ എൻ്റെ കയ്യിൽ നിന്ന് പഴം തട്ടിപ്പറിക്കാൻ ഓടി വരികയാണ്. അത് കണ്ട് അച്ഛൻ ക്യാമറയും കൊണ്ട് ഓടി വന്ന് പഴം വാങ്ങി അതൊക്കെ അത് നടന്നു. അച്ഛനും അമ്മയും എല്ലാവരും സ്വാഭാവികമായിട്ടും പേടിച്ചു. നമ്മൾ പേടിക്കേണ്ടെന്ന് തന്നെയാണ്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ വട്ടം വരെ മറ്റുള്ളവരെക്കാളും ആനപ്പേടി എനിക്കുണ്ടായിരുന്നു എന്നതും സത്യമാണ്. അത് ആനയോട് മാത്രമല്ല, പൊതുവെ എല്ലാ മൃഗങ്ങളോടും പേടിയുള്ള ആളാണ് ഞാൻ. ഇനിയും അത് എന്തായാലും ഉണ്ടാവും. പക്ഷെ ഈ വട്ടം എനിക്ക് ആനപ്പേടി ഒട്ടും തോന്നിയില്ല എന്നതാണ് സത്യം. ആനപ്പേടി ആനയോടുള്ള ഇഷ്ടവും കണ്ണനോടുള്ള ഭക്തിയും ഒക്കെയായി മാറുകയായിരുന്നു. അങ്ങനെ കണ്ണന്റെ തിടമ്പേറ്റി കുറുമ്പും കുസൃതിയുമായി ഓടി വന്ന് പഴം തട്ടിയെടുത്ത് പോയ ആന ഞാൻ മതിലിൻ്റെ അടുത്തേക്ക് മാത്രം ഒളിപ്പിച്ചു വെച്ച പഴം ദൂരേന്ന് എങ്ങനെ കണ്ടെന്നും എങ്ങനെ ഇത്ര കുറുമ്പോട് ഓടി വന്നെന്നും ഒക്കെ എനിക്ക് ഇപ്പോഴും സംശയമാണ്. അല്ലെങ്കിലും എല്ലാത്തിനും ഉത്തരം നമുക്ക് കിട്ടില്ലല്ലോ. അതല്ലേ അതിൻ്റെ ഒരു സൗന്ദര്യം. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളും അനുഭവങ്ങളും ഒക്കെ നിങ്ങൾക്കും ഉണ്ടായില്ലേ? അത് ഷെയർ ചെയ്യൂ കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ വിഷുവും കടന്നുപോയി കഴിഞ്ഞു. പക്ഷേ വിഷു നമുക്ക് ഉറപ്പ് തന്ന 2-3 കാര്യങ്ങളുണ്ട്. വിഷു നമുക്ക് പുത്തൻ പ്രതീക്ഷയാണ് തരുന്നത്. തുല്യതയാണ് നമുക്ക് വിഷു ഉറപ്പ് നൽകുന്നത്. രാവും പകലും തുല്യമാക്കിക്കൊണ്ട് നന്മയാണ് വിഷു നമുക്ക് ഉറപ്പ് തരുന്നത്. രാമരാവണ യുദ്ധവും നരകാസുര ശ്രീകൃഷ്ണ യുദ്ധവും നന്മയുടെ വിജയം ഉദാഹരണ സഹിതം പറഞ്ഞുകൊണ്ട് നമുക്ക് പക്ഷേ അത് കണിവെള്ളരിയുടെയും കണിക്കൊന്നയുടെയും ഇടയിൽ നിലവിളക്കിന്റെ വെട്ടത്തിൽ തെളിയുന്ന കണ്ണന്റെ പുഞ്ചിരിയാണ്. അതിനേക്കാളുപരി കൈനീട്ടമാണ്. കൈനീട്ടം കൂട്ടിവെച്ച് വാങ്ങിക്കുന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. അതൊക്കെയാണ് നമുക്ക് വിഷു. അപ്പോൾ നമുക്ക് പുതിയ പ്രതീക്ഷകളുമായി കണ്ണനോടൊപ്പം മുന്നോട്ട് പോകാം. അല്ലെങ്കിലും കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നൃത്തമായും സംഗീതമായും കുട്ടിക്കാലത്ത് നമ്മുടെ കൂട്ടുകാരനായും അമ്മയാകുമ്പോൾ അല്ലെങ്കിൽ അച്ഛനാകുമ്പോൾ
നമ്മുടെ ഉണ്ണിയായും പിന്നെ ജീവിത ദുഃഖങ്ങളിൽ നമ്മുടെ ഗുരുനാഥനായും ഒക്കെയൊക്കെ കണ്ണൻ എങ്ങനെ നിറഞ്ഞാടുകയല്ലേ നമ്മുടെ ജീവിതത്തെ.